നമസ്കാരം സുഹൃത്തുക്കളെ, പ്രദീപ് തൈലാണ്. 1000 മീറ്റർ എന്നാൽ എത്ര ദൂരം വരുമെന്നറിയാവോ? 1 കിലോമീറ്റർ എന്നുള്ളത് 1000 മീറ്ററാണ്. അങ്ങനെയെങ്കിൽ 13000 മീറ്റർ എന്നാൽ 13 കിലോമീറ്റർ. ഞാൻ പറഞ്ഞു വന്നത് കണക്കല്ല. ഈ 13000 മീറ്റർ ദൂരത്തിൽ ഒറ്റ നൂലിൽ തീർത്തൊരു മാതാവിൻ്റെ നൂൽചിത്രം കണ്ടാലോ നമുക്ക്? ഇപ്പോഴീ നൂൽചിത്രത്തിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നൊരു അവാർഡ് കൂടെ കിട്ടിയിരിക്കുകയാണ്. AD 600 സ്ഥാപിതമായൊരു ചർച്ചാണ് നമ്മുടെ ചാലക്കുടി പള്ളി, സെൻറ്റ് മേരീസ് ഫെറോന ചർച്ച് ഇട്ടാ. ഈ ത്രെഡ് ആർട്ടിൻ്റെ പിന്നിലുള്ളതേ 12 പേരാണ്. 280 ആണികളിലാണ് ഈ നൂല് കോർത്ത് ഈ പിക്ചർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കാണുമ്പോൾ ഇത് വെറും ഒരു നൂല് മാത്രമാണ്, പക്ഷേ ഇതിലടങ്ങിയിരിക്കുന്നത് നമ്മുടെ മാതാവിൻ്റെ ചിത്രമാണെന്ന് കാണുമ്പോഴാണ് നമ്മൾ എൻ്റെ മാതാവേ എന്ന് വിളിച്ചു പോകുന്നത്. ഇതിൻ്റെ ഒരു ലോങ് വ്യൂവിലാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ പിക്ചർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് ഇറങ്ങി ചെന്ന് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേൾഡിലെ ഏറ്റവും വലിയ ഒരു ത്രെഡ് ആർട്ട് അത് മാതാവിൻ്റെ. അതിൻ്റെ ശില്പികളാണ് ഈ ഇരിക്കുന്ന 12 പേരിൽ 5 പേരാണ് ഇവിടെ ഉള്ളത്. ആൻഡ്രിക് ഷിജു, അലോക് ജോയ്, ഡൊമിനിക്, പൗലോസാൻ. ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള നമ്മുടെ ചാലക്കുടി പള്ളിയിൽ മാതാവിൻ്റെ ഇത്രയും വലിയൊരു ത്രെഡ് ആർട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു? നമുക്ക് മാതാവിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ച് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായി. 12 മണിക്കൂർ എടുത്തു. അതായത് ഒരു 4 പേര് അറ്റ് എ ടൈം വർക്ക് ചെയ്യും. ഷിഫ്റ്റ് വരുമ്പോൾ അടുത്ത 4 പേര് വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മളതൊരു 12 മണിക്കൂർ തീർത്തത്. ഞാൻ പലപ്പോഴും രാത്രി സമയത്ത് ഇവിടെ വരാറുണ്ട്. ഒരു 9 മണി സമയത്തൊക്കെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് പോകുമ്പോഴും ഞാൻ ഈ രൂപത്തിലേക്ക് ശ്രദ്ധിക്കും. രാത്രിയിലും ഇത് കാണാൻ നല്ല ഭംഗിയാണ്. 12 എന്നൊരു സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കാണുന്നുണ്ട്. 12 പേരായിരുന്നു ഇതിൽ പ്രവർത്തിച്ചത്. 12 മണിക്കൂറാണ് എടുത്തത്. 12 അടി ഉള്ള വൃത്താകൃതിയിലാണ് ഈ രൂപം നിർമ്മിച്ചിട്ടുള്ളത്. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്തതാണോ, പ്ലാൻ ചെയ്തതാണോ? കോയിൻസിഡൻസ് ആയിട്ട് വന്നതാണ് ഈ 12. യാദൃശ്ചികമായിട്ട് കയറി വന്നൊരു സംഭവമാണല്ലേ 12. ചാലക്കുടി പള്ളീനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്, വലിയൊരു നേട്ടമാണ്. മാത്രമല്ല വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മാതാവിൻ്റെ ത്രെഡ് ആർട്ട് നമ്മുടെ ചാലക്കുടി പള്ളിയിലാണ് ഇരിക്കുന്നത് പറയുമ്പോൾ ചാലക്കുടിക്കാരെ സംബന്ധിച്ച് അതൊരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ യുവാക്കൾ ആത്മീയമായി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലുള്ള വേറിട്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. മുമ്പുണ്ടായ സീനിയേഴ്സായിട്ട് നല്ല രീതിയിൽ ഒരു ചാലക്കുടിയിൽ അവർ കാഴ്ച വെച്ചിട്ടുണ്ട് അവരുടെ കഴിവുകളൊക്കെ. എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഒരു എക്സാമ്പിളാണ് അത്. തീർച്ചയായിട്ടും. ഇല്ല, ഞങ്ങൾ തന്നെ ഞങ്ങളുടെ റെക്കോർഡ് ഭേദിക്കാനുള്ള ആലോചനകളാണ്. അടിപൊളി. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ റെക്കോർഡിന് മറികടക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. CLC സംഘടന എന്ന നിലയിൽ നമ്മ പള്ളിക്ക് വേണ്ടി സമർപ്പിച്ചൊരു വലിയൊരു കാര്യമാണ് കേട്ടോ അത്. ചാലക്കുടി പള്ളിയിലെ ഈ അംഗങ്ങൾ പള്ളിക്ക് വേണ്ടി സമർപ്പിച്ച റെക്കോർഡാണിത്. ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയ്ക്കും സൗഹൃദത്തിനും കിട്ടിയ വലിയൊരു അംഗീകാരമാണ് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്. ചാലക്കുടി പള്ളി കാണാത്ത ചാലക്കുടിക്കാരുണ്ടാവില്ല. ആലക്കുടി പ്രദേശത്തേക്ക് യാത്രകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചാലക്കുടി പള്ളിയിലൊന്ന് കയറുക. ലോകത്തിലെ ഏറ്റവും വലിയ മാതാവിൻ്റെ ത്രെഡ് ആർട്ട് കാണാൻ ശ്രമിക്കുക.